കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 370. ദൈവം ഒരു വിധത്തിലും മനുഷ്യൻ്റെ ഛായയിലല്ല, അവിടുന്ന് പുരുഷനുമല്ല സ്ത്രീയുമല്ല. തികച്ചും അരൂപിയായ ദൈവത്തിൽ ലിംഗഭേദത്തിന് സ്ഥാനമില്ല. എങ്കിലും പുരുഷൻ്റെയും സ്ത്രീയുടെയും തനതായ ഗുണവിശേഷങ്ങൾ ദൈവത്തിൻ്റെ അനന്ത ഗുണസമ്പൂർണതയെ കുറേയൊക്കെ പ്രതിഫലിപ്പിക്കുന്നു. അങ്ങനെയുള്ളതാണ് ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും ജീവിത പങ്കാളിയുടെയും ഗുണപൂർണത. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി രണ്ടുപേർ ചേർന്നുള്ള ഏകത്വം. പുരുഷനും സ്ത്രീയും ദൈവം ഒരുമിച്ച് സൃഷ്ടിക്കപ്പെട്ടു. അവരിൽ ഒരാൾ മറ്റേയാൾക്ക് വേണ്ടി ആയിരിക്കണമെന്ന് ദൈവം നിശ്ചയിക്കുകയും ചെയ്തു. വിശുദ്ധ ഗ്രന്ഥ വിവരണത്തിൻ്റെ വിവിധ ചിന്താധാരകളിലൂടെ ഈ സത്യം ഗ്രഹിക്കാൻ ദൈവവചനം നമ്മെ പ്രാപ്തരാക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല, അവന് ചേർന്ന തുണയെ ഞാൻ നൽകും. മൃഗങ്ങൾക്കൊന്നിനും മനുഷ്യൻ്റെ പങ്കാളിയാവാൻ കഴിവില്ല. പുരുഷൻ്റെ വാരിയിൽ നിന്ന് ദൈവം സ്ത്രീയെ രൂപപ്പെടുത്തി. അവളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ പുരുഷൻ ആശ്ചര്യം നിറഞ്ഞ സ്വരത്തിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആഹ്ലാദ വചനങ്ങൾ ഉദ്ഘോഷിച്ചു. ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും ഒരേ മനുഷ്യത്വത്തിൽ പങ്കുചേരുന്ന മറ്റൊരു ഞാൻ ആയി സ്ത്രീയെ പുരുഷൻ ദർശിക്കുന്നു. ഒരാൾക്ക് മറ്റൊരാൾ എന്ന വിധത്തിൽ പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ഇതിനർത്ഥം ദൈവം അവരെ അർദ്ധനിർമ്മിതികളായി അപൂർണരായി സൃഷ്ടിച്ചു എന്നല്ല. വ്യക്തികളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. ഈ ഐക്യബന്ധത്തിൽ ഓരോ വ്യക്തിക്കും മറ്റേ വ്യക്തിയുടെ സഹായ പങ്കാളിയാകാൻ കഴിയും. കാരണം വ്യക്തികൾ എന്ന നിലയിൽ അവർ തുല്യരാണ്. എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും സ്ത്രൈണ പൗരുഷ ഭാവമുള്ളവർ എന്ന നിലയ്ക്ക് അവർ പരസ്പര പൂരകരുമാണ്. ഏക ശരീരമായി തീർന്നുകൊണ്ട് ജീവൻ പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ദൈവം അവരെ വിവാഹത്തിൽ സംയോജിപ്പിക്കുന്നു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. തൻ്റെ പിൻഗാമികൾക്ക് ജീവൻ പകർന്നു കൊടുത്തുകൊണ്ട് സ്ത്രീയും പുരുഷനും ദമ്പതികൾ എന്ന നിലയിലും മാതാപിതാക്കൾ എന്ന നിലയിലും സൃഷ്ടാവിൻ്റെ ജോലിയിൽ വളരെ പ്രത്യേകമായ വിധം സഹകരിക്കുന്നു. ദൈവത്തിൻ്റെ കാര്യസ്ഥരായി ഭൂമിയെ കീഴടക്കുക എന്ന വിളിയാണ് ദൈവിക പദ്ധതിയിൽ പുരുഷനും സ്ത്രീക്കും ലഭിച്ചിരിക്കുന്നത്. ഈ കീഴടക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വേച്ഛാപരമോ നശീകരണാത്മകമോ ആയ ആധിപത്യമല്ല. അസ്തിത്വമുള്ള സകലതിനെയും സ്നേഹിക്കുന്ന സൃഷ്ടാവിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുരുഷനെയും സ്ത്രീയെയും മറ്റ് സൃഷ്ടികളുടെ നേർക്കുള്ള തൻ്റെ പരിപാലനയിൽ ഭാഗഭാക്കുകളാകുവാൻ ദൈവം വിളിക്കുന്നു. അങ്ങനെ ഭൂമിയോടുള്ള ഉത്തരവാദിത്തം ദൈവം അവരെ ഭാരമേൽപ്പിച്ചതാണ്. മനുഷ്യൻ പറുദീസായിൽ. ആദ്യ മനുഷ്യൻ നല്ലവനായി സൃഷ്ടിക്കപ്പെട്ടവൻ മാത്രമായിരുന്നില്ല. അവൻ തൻ്റെ സൃഷ്ടാവിനോട് സ്നേഹബന്ധത്തിലും തന്നോട് തന്നെയും ചുറ്റുമുള്ള ഇതര സൃഷ്ടികളോടും സമന്വയത്തിലും സ്ഥാപിക്കപ്പെട്ടവനായിരുന്നു. ക്രിസ്തുവിലുള്ള നൂതന സൃഷ്ടിയുടെ മഹത്വത്തിന് മാത്രമേ ആദിമ മനുഷ്യൻ്റെ ആ സുസ്തുതിയെ അതിശയിക്കുന്നതിന് കഴിയുമായിരുന്നുള്ളൂ. വിശുദ്ധ ഗ്രന്ഥഭാഷയുടെ പ്രതീകാത്മകതയെ പുതിയ നിയമത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും വെളിച്ചത്തിൽ ആധികാരികമായി വ്യാഖ്യാനിച്ചുകൊണ്ട് സഭ പഠിപ്പിക്കുന്നു. നമ്മുടെ ആദി മാതാപിതാക്കന്മാരായ ആദവും ഹവ്വായും വിശുദ്ധിയുടെയും നീതിയുടെയും ഉത്ഭവാവസ്ഥയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ഉത്ഭവ വിശുദ്ധിയുടെ ഈ കൃപാവരം ദൈവിക ജീവനിലുള്ള ഭാഗഭാഗിത്വം തന്നെയായിരുന്നു. ഈ കൃപാവരത്തിൻ്റെ തേജസ് മൂലം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മാനങ്ങളും പ്രശാന്തമായിരുന്നു. ആദ്യ മനുഷ്യൻ ദൈവവുമായി ഗാഢമായ സ്നേഹൈക്യം പുലർത്തിയിരുന്ന കാലത്തോളം അവന് സഹിക്കുകയോ മരിക്കുകയോ വേണ്ടിയിരുന്നില്ല. മനുഷ്യ വ്യക്തിയുടെ ആന്തരിക പൊരുത്തവും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പൊരുത്തവും ആദിമ ദമ്പതികളും സർവ്വസൃഷ്ടികളും തമ്മിലുള്ള പൊരുത്തവും ഉണ്ടായിരുന്ന അവസ്ഥയെ ഉത്ഭവ നീതി എന്ന് വിളിക്കുന്നു. ആരംഭം മുതൽ ദൈവം മനുഷ്യന് നൽകിയ ലോകത്തിന്മേലുള്ള ആധിപത്യം സാക്ഷാത്കൃതമായത് പ്രഥമമായും മനുഷ്യനിൽ തന്നെയാണ്. സ്വന്തം അഹത്തിന്മേലുള്ള ആധിപത്യം ആദിമ മനുഷ്യൻ അവൻ്റെ സർവ ഉണ്മയിലും നിർമ്മലനും ക്രമീകൃതനുമായിരുന്നു. കാരണം മനുഷ്യനെ ഇന്ദ്രിയ സുഖങ്ങൾക്കും ലൗകിക വസ്തുക്കളോടുള്ള ദുരാശയ്ക്കും ബുദ്ധിക്ക് നിരക്കാത്ത അഹങ്കാരത്തിനും അടിമപ്പെടുത്തുന്ന ത്രിവിധ പാപാസക്തികളിൽ നിന്നും
അവൻ സ്വതന്ത്രനായിരുന്നു. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അടുപ്പത്തിൻ്റെ അടയാളമാണ് അവിടുന്ന് അവനെ തോട്ടത്തിൽ പാർപ്പിച്ചിരുന്നു എന്നത്. അതിനെ ഉഴുവാനും പരിപാലിക്കാനുമായി മനുഷ്യൻ അവിടെ വസിക്കുന്നു. തൊഴിൽ ഒരു ശിക്ഷയായിരുന്നില്ല. പിന്നെയോ ദൃശ്യമായ സൃഷ്ടപ്രപഞ്ചത്തെ പൂർണ്ണമാക്കുന്നതിനു വേണ്ടി സ്ത്രീയും പുരുഷനും ദൈവത്തോട് സഹകരിക്കുന്നതായിരുന്നു തൊഴിൽ. ദൈവിക പദ്ധതിയിൽ മനുഷ്യനു വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്ന ഉത്ഭവ നീതിയുടെ സമന്വയം മുഴുവൻ നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം മൂലം നഷ്ടമായി. ദൈവമേ, അങ്ങ് മനുഷ്യനെ അങ്ങയുടെ സാദൃശ്യത്തിൽ തന്നെ സൃഷ്ടിക്കുകയും സൃഷ്ടാവായി അങ്ങയെ സേവിക്കുവാനും സർവ്വ സൃഷ്ടികളുടെയും മേൽ അധീശത്വം സ്ഥാപിക്കാനും വേണ്ടി അവനെ ലോകം മുഴുവൻ്റെയും അധിപതിയായി സ്ഥാപിക്കുകയും ചെയ്തു. അദൃശ്യ ദൈവത്തിൻ്റെ ഛായ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനെ ഛായ തന്നിൽ പുനഃരൂപപ്പെടുത്തുന്നതിന് നിയോഗിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. സഹോദരീ സഹോദരന്മാരുടെ മഹാസമൂഹത്തിൽ ക്രിസ്തു ജാതനാകേണ്ടതിനാണിത്. ആത്മാവോടും ശരീരത്തോടും കൂടി സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിലും മനുഷ്യനൊരു ഏകത്വമാണ്. അരൂപിയും അമർത്യവുമായ ആത്മാവ് ദൈവത്താൽ നേരിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വാസ പ്രബോധനം ഉറപ്പു നൽകുന്നു. ദൈവം ഏകനായിട്ടല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. പ്രാരംഭത്തിൽ തന്നെ പുരുഷനും സ്ത്രീയുമായിട്ടാണ് അവിടുന്ന് അവരെ സൃഷ്ടിച്ചത്. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഈ പങ്കാളിത്തം വ്യക്തികൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ ആദ്യ രൂപമാണ്. പാപത്തിന് മുൻപ് പുരുഷൻ്റെയും സ്ത്രീയുടെയും ഉത്ഭവ വിശുദ്ധിയുടെയും നീതിയുടെയും അവസ്ഥയെക്കുറിച്ച് വെളിപാട് നമ്മെ അറിയിക്കുന്നു. ദൈവവുമായുള്ള അവരുടെ സ്നേഹബന്ധമായിരുന്നു പരദീസായിലെ അവരുടെ അസ്തിത്വത്തിൻ്റെ സൗഭാഗ്യത്തിന് നിദാനം.